നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഗൗരവകരമായ ഒരു അറിയിപ്പാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പേര് ചേർക്കാനും തിരുത്തലുകൾക്കുമായി അപേക്ഷിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വസ്തുത, പ്രവാസികളായ മലയാളികളും നാട്ടിലുള്ളവരുമായ ഒരുപാട് ആളുകളുടെ പേരുകൾ ഈ പുതിയ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് സുരക്ഷിതമാണോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഇത് പരിശോധിക്കാം. ഇതിനായി പ്രധാനമായും 3 വഴികളാണുള്ളത്. 1. എപ്പിക് നമ്പർ വഴി. നിങ്ങളുടെ വോട്ടർ ഐഡിയിലെ നമ്പർ ഉപയോഗിച്ച് നേരിട്ട് പരിശോധിക്കാം. 2. വിവരങ്ങൾ വഴി, സെർച്ച് ബൈ ഡീറ്റെയിൽസ്. നിങ്ങളുടെ പേരും വിലാസവും നൽകി കണ്ടെത്താം. 3. മൊബൈൽ നമ്പർ വഴി. വോട്ടർ പട്ടികയുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതുവഴി പരിശോധിക്കാം. ആദ്യം ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പോർട്ടൽ ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവിടെ സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം സെർച്ച് ബൈ എപ്പിക് എന്നതാണ്. നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. വോട്ടർ ഐഡിയിലെ എപ്പിക് നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. പഴയ KL സീരീസ് നമ്പറുകൾക്ക് പകരം പുതിയ നമ്പർ നൽകാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസ്ഥാനം കേരള എന്ന് തിരഞ്ഞെടുക്കുക. താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൃത്യമായി നൽകി സെർച്ച് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ അത് താഴെ തെളിഞ്ഞു വരും. അവിടെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഭാഗം നമ്പർ അഥവാ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, വോട്ട് ചെയ്യേണ്ട പോളിംഗ് സ്റ്റേഷൻ എന്നിവ കൃത്യമായി കാണാം. ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ മറക്കരുത്. പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇലക്ഷൻ സമയത്ത് നാട്ടിൽ വരുമ്പോൾ വോട്ട് ചെയ്യാൻ അത്യാവശ്യമാണ്. ഇനി ലിസ്റ്റിൽ പേരില്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ നിങ്ങൾക്ക് പുതിയ വോട്ടിനായി ഓൺലൈനായി അപേക്ഷിക്കാം. നിലവിൽ ലിസ്റ്റിൽ വന്ന പിശകുകൾ തിരുത്താനും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ സാധിക്കുന്നതാണ്. ഈ വിവരം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. കാരണം വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് അവസാന നിമിഷം അറിഞ്ഞിട്ട് കാര്യമില്ല. വോട്ട് നമ്മുടെ അവകാശമാണ്, അത് ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൃത്യമായ സർക്കാർ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കാണാം. നന്ദി.